നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. 1.5 ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപ പ്രഖ്യാപനവുമായി ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ സമാപിച്ചു. പുതിയ ഇനം കൊറോണ വൈറസിനെ കണ്ടെത്തി ഗവേഷകർ. CPIM ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയർന്നു. അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ത്രിദിന സെമിനാറിന് കണ്ണൂരിൽ തുടക്കം. കൊല്ലത്ത് റെയിൽവേ പാളത്തിൽ പോസ്റ്റിട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ നീക്കം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് വ്യാജ വാർത്തയുമായി വീണ്ടും മാധ്യമങ്ങൾ. ദില്ലി റെയിൽവേ സ്റ്റേഷൻ അപകടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. 1.5 ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപ പ്രഖ്യാപനവുമായി ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ സമാപിച്ചു. നിക്ഷേപ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് സമാപന വേദിയിൽ മന്ത്രി വ്യക്തമാക്കി. ഉദ്ഘാടന വേദി പോലെ തന്നെ പ്രൗഢഗംഭീരമായിരുന്നു ഉച്ചകോടിയുടെ സമാപന വേദിയും. ധനമന്ത്രി KN ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ തുറന്നുകാട്ടുന്നതായിരുന്നു ഉച്ചകോടിയെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി രാജീവ് പറഞ്ഞു. 374 നിക്ഷേപകരുടേതായി 1,52,900 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചതായി മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ഭാരത് ബയോടെക് MD കൃഷ്ണ എല്ലാ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രശംസിച്ചു. ഉച്ചകോടിയിൽ ഉടനീളമുള്ള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും നിക്ഷേപകർക്ക് ഇത് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസും ചടങ്ങിൽ പങ്കെടുത്തു. CPIM ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയർന്നു. ഹൂഗ്ലി ജില്ലയിലെ ദാങ്കുണയിൽ 4 ദിവസം നീളുന്ന സമ്മേളനം ചൊവ്വാഴ്ച പൊതുസമ്മേളനത്തോട് സമാപിക്കും. ബുദ്ധദേവ് ഭട്ടാചാര്യ നഗറിൽ മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ഇത് 2ാം തവണയാണ് ഹൂഗ്ലി ജില്ലയിൽ CPIM സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പേരാണ് സമ്മേളന നഗരിക്ക് ഇട്ടിരിക്കുന്നത്. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, MA ബേബി, മണിക് സർക്കാർ ഉൾപ്പെടെയുള്ളവരും സമ്മേളനത്തിനുണ്ട്. മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേരിലാണ് സമ്മേളന ഹാൾ. പോളിറ്റ് ബ്യൂറോ അംഗവും കോഓർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 450-ലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സീതാറാം യെച്ചൂരി, ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നിവർക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകരെയും സമ്മേളനം അനുസ്മരിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ചൊവ്വാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കൊറോണ വൈറസിന്റെ പുതിയ വിഭാഗം കണ്ടെത്തി ചൈനീസ് ഗവേഷകർ. വൈറസിനെ കുറിച്ചുള്ള പഠനം സെൽ സയന്റിഫിക് എന്ന ജേർണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത ചൈനീസ് വൈറോളജിസ്റ്റ് ഷി സെൻഗ്ലിയുടെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. കൊറോണ വൈറസുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ പേരിൽ ബാറ്റ് വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ കൂടിയാണ് ഷി സെൻഗ്ലി. ചൈനയിലെ വവ്വാലുകളിലാണ് പുതിയ ഇനം വൈറസിനെ കണ്ടെത്തിയത്. മനുഷ്യരിൽ പുതിയ വൈറസിൽ നിന്നുള്ള അണുബാധയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതിലെ സാധ്യതയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും ഗവേഷകർ പറഞ്ഞു. നിലവിൽ 100ഓളം കൊറോണ വൈറസുകൾ ഉണ്ടെങ്കിലും മനുഷ്യരെ ബാധിക്കാനിടയുള്ളവ വളരെ കുറവാണ്. ഹോങ്കോങ്ങിൽ ജാപ്പനീസ് ഹൗസ് ബാറ്റുകൾ ആദ്യം സ്ഥിരീകരിച്ച കൊറോണ വൈറസിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണിത്. വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെയും വുഹാൻ സർവകലാശാലയിലെയും ഗവേഷകർക്കൊപ്പമാണ് ഷി സെൻഗ്ലി പുതിയ വൈറസിന്മേൽ ഗവേഷണം നടത്തിയത്. COVID-19 കാരണമാകുന്ന വൈറസുകളെ പോലെ ഈ വൈറസ് എളുപ്പത്തിൽ മനുഷ്യകോശങ്ങളിൽ പ്രവേശിക്കില്ലെന്നത് ആശ്വാസകരമാണെന്ന് ഗവേഷകർ പറയുന്നു. അതേസമയം പുതിയ വൈറസ് മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മിനസോട്ട സർവകലാശാലയിലെ സാംക്രമിക രോഗ വിദഗ്ധനായ ഡോക്ടർ മിഷേൽ ഓസ്റ്റർഹോം പറഞ്ഞു. 2019 അപേക്ഷിച്ച് ജനങ്ങൾ ഇത്തരം വൈറസുകളിൽ നിന്ന് പ്രതിരോധശേഷി ആർജിച്ചിട്ടുണ്ടെന്നും അത് മഹാമാരി സാധ്യത കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ഡിസംബർ ചൈനയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിലും രോഗവ്യാപനം ഉണ്ടാവുകയും
ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. രോഗികളുടെ എണ്ണവും മരണനിരക്കും വർദ്ധിച്ച സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ലോക്ക്ഡൌണിലേക്ക് പോയി. 2025 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം കൊറോണ വൈറസ് മൂലം 70 ലക്ഷത്തോളം മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിലെ അപകട മരണത്തിലെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നെഞ്ചിന് ഗുരുതരമായ ക്ഷതമേറ്റ 2 പേർ ഹൃദയത്തിനേറ്റ പരിക്ക് കാരണം മരിച്ചു. ഒരാൾ മരിച്ചത് തലയ്ക്ക് പരിക്കേറ്റാണ്. കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ 18 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ റെയിൽവേക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദില്ലി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. ഓരോ കോച്ചിലും ഉൾക്കൊള്ളാവുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ കണക്കില്ലേ എന്ന് ചോദിച്ച കോടതി പരിധി വിട്ട് ടിക്കറ്റ് വിറ്റതെന്തിനെന്നും ചോദിച്ചു. 18 പേരാണ് കുംഭമേളയ്ക്കുള്ള ട്രെയിനിൽ കയറിപ്പറ്റാനുള്ള തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചത്. ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയും ജസ്റ്റിസ് തുഷാർ റാവു ഗഡേലയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിമർശനം. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേ ബോർഡിന്റെയും വിശദീകരണവും കോടതി തേടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനൊപ്പം സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കണമെന്നത് അടക്കമുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വിമർശനം. അടുത്ത മാസം 26-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിൽ കനത്ത തിക്കിലും തിരക്കിലും മരണങ്ങൾ സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായ ആശയക്കുഴപ്പവും അവ അനൗൺസ് ചെയ്തതിലുണ്ടായ മാറ്റവും അപകടത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സ്റ്റേഷനിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടും ആയിരക്കണക്കിന് ജനറൽ ടിക്കറ്റുകളാണ് റെയിൽവേ വീണ്ടും വിറ്റത്. വൈകിട്ട് 6-നും 8-നും ഇടയ്ക്ക് ശരാശരി 6000 ടിക്കറ്റുകൾ വിൽക്കുന്നിടത്ത് 9600-ൽ അധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചെന്നും ഹർജിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന്റെ ഭാഗമായ ത്രിദിന സെമിനാറിന് കണ്ണൂരിൽ തുടക്കം. അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്ന വിഷയത്തിലുള്ള സെമിനാർ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഭരണശ്ശേരി EK നായനാർ അക്കാദമി, സെന്റ് മൈക്കിൾസ് സ്കൂൾ എന്നിവിടങ്ങളിലായി 4 വേദികളിലാണ് പരിപാടികൾ. 3 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാർ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ EP ജയരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ മന്ത്രിയും അക്കാദമിക് സമിതി അധ്യക്ഷനുമായ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിലായി 250 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. നയരൂപീകരണ ചർച്ച, അനുഭവ ചർച്ച, വീഡിയോ പ്രദർശനം തുടങ്ങിയവ 3 ദിവസങ്ങളിലായി നടക്കും. ദേശീയ സെമിനാറിൽ മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ മുഖ്യാതിഥിയാകും. തിങ്കളാഴ്ച സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ 2 ടെലിഫോൺ പോസ്റ്റ് വെച്ചു. ടെലിഫോൺ പോസ്റ്റ് 2 യുവാക്കൾ ചേർന്ന് മറിച്ചിടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. റെയിൽവേ പോലീസ്, RPF, മധുരൈ റെയിൽവേ ക്രൈം ബ്രാഞ്ച് എന്നീ വിഭാഗങ്ങൾ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. വൻ ദുരന്തമാണ് ഒഴിവായത്. കുണ്ടറ ആറുമുറിക്കടയ്ക്ക് സമീപമാണ് റെയിൽവേ പാളത്തിന് കുറുകെ വെച്ച ആദ്യത്തെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. 7 കോൺ പോലീസ് എത്തി ആദ്യ സ്ഥലത്തെ പോസ്റ്റ് എടുത്തു മാറ്റുകയുണ്ടായി. രണ്ടാമത്തെ സ്ഥലത്ത് വെച്ചിരുന്ന പോസ്റ്റിൽ ട്രെയിൻ തട്ടിയെങ്കിലും ദുരന്തം ഒഴിവായി. രാവിലെ 3:30 എത്തുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്ന സംശയം ഉണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്കിടയിലും വ്യാജ വാർത്ത ചമച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർത്തലാക്കിയതാണെന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് വ്യാജ വാർത്ത. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് 2021 നിർത്തലാക്കിയപ്പോൾ
പകരം ഏർപ്പെടുത്തിയ BRAP അഥവാ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ റാങ്കിംഗ് തുടങ്ങി. ഈ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് വ്യാജ വാർത്ത ചമയ്ക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെന്ന് ആധികാരിക റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് ശശി തരൂർ ലേഖനം എഴുതിയതിനു പിന്നാലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം പിറകിലാണെന്ന് സ്ഥാപിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിംഗ് സംവിധാനം തന്നെയില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതായുള്ള വാർത്ത ചിലർ പ്രാധാന്യത്തോടെ നൽകി. കേരളത്തിന്റെ അവകാശവാദം തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. 2021 കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് നിർത്തലാക്കി പകരം BRAP അഥവാ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ റാങ്കിംഗ് തുടങ്ങി. പോയ വർഷം ആ റാങ്കിങ്ങിൽ ഒന്നാമത് കേരളമാണ്. അംഗീകാരം ഏറ്റുവാങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി P രാജീവ് റാങ്കിംഗ് രീതിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരള നിയമസഭയിലും മന്ത്രി P രാജീവ് ഇക്കാര്യം ആവർത്തിച്ചു. വ്യവസായ സൗഹൃദാന്തരീക്ഷ റാങ്കിംഗ് രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി P രാജീവ് തന്നെ പറഞ്ഞതാണ്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് വ്യാജ വാർത്തകൾ ചമഞ്ഞത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ബഡ്സ് ഒളിമ്പിയ 2025 തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ ബഡ്സ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കായികോത്സവം ബഡ്സ് ഒളിമ്പിയ 2025 തുടക്കമായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 32 ബഡ്സ് സ്കൂളിൽ നിന്നും 250 കുട്ടികളാണ് 34 മത്സര വിഭാഗങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യമായാണ് കണ്ണൂരിൽ ബഡ്സ് വിദ്യാർത്ഥികളുടെ കായികോത്സവം നടത്തുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C നിഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CV ഭാനുമതി, E മോഹനൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ K വിജിത്ത്, PO ദീപ, കല്യാശ്ശേരി CDS ചെയർപേഴ്സൺ KC രേണുക, TV രവീന്ദ്രൻ, P ബാലകൃഷ്ണൻ, KP ശ്യാമള എന്നിവർ പങ്കെടുത്തു. നാടിന്റെ മാറ്റത്തിനായി പുതുതലമുറയെ കേട്ട് MLA. പുതുമയാർന്ന നിർദ്ദേശങ്ങൾ ഉയർന്ന് കല്യാശ്ശേരി സ്റ്റുഡൻസ് സഭ. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയുടെ സംരക്ഷണത്തിന് മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനത്തിന്റെ മാതൃകയിൽ ഗ്രീൻ പ്രൊഹിബിഷൻ ഏർപ്പെടുത്തണമെന്നായിരുന്നു മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൃദ്യയുടെ പുതുമയാർന്ന നിർദ്ദേശം. കേരളത്തിൽ ആദ്യമായി കല്യാശ്ശേരിയിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയന് രൂപം നൽകുകയാണെന്ന് M വിജിൻ MLAയുടെ മറുപടി. പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കല്യാശ്ശേരി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെയും സംസ്ഥാനത്തെ രണ്ടാമത്തെയും സ്റ്റുഡന്റ് സഭയിലാണ് മണ്ഡല വികസനത്തെക്കുറിച്ച് M വിജിൻ MLAയുമായി വിദ്യാർത്ഥികൾ സംവദിച്ചത്. പിലാത്തറ സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന സുപ്രധാന ഇടപെടലാണ് സ്റ്റുഡന്റ് സഭ എന്ന് മന്ത്രി പറഞ്ഞു. ജനാധിപത്യം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പുലർത്തേണ്ട ശീലമാണ്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളും അഭിപ്രായങ്ങളും അംഗീകരിക്കലാണത്. സ്കൂൾ തലം മുതൽ തന്നെ ജനാധിപത്യബോധം ഉണ്ടാവണമെന്നും മന്ത്രി പറഞ്ഞു. M വിജിൻ MLA അധ്യക്ഷനായി. നാടിന്റെ വികസനം ഏതു വിധത്തിൽ ആവണമെന്ന വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ അടുത്തറിയുന്നതിന് സ്റ്റുഡന്റ് സഭ ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് 10 പേരെ ഉൾക്കൊള്ളിച്ച് വികസന പ്രവർത്തനങ്ങളുടെ ബറ്റാലിയൻ രൂപീകരിക്കുമെന്നും മന്ത്രിമാരടക്കം ഉള്ളവരുമായി ഇവർ സംവാദം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി സ്റ്റുഡന്റ് സഭയ്ക്ക് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള 46 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 3 വീതം വിദ്യാർത്ഥി പ്രതിനിധികളാണ് MLAയുമായി ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചത്. നാടിന്റെ കുടിവെള്ള പ്രശ്നം മുതൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആവശ്യകത വരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. വേനൽക്കാലത്ത് തീപിടുത്തം ഒഴിവാക്കാൻ മാടായിപ്പാറയിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കണമെന്നായിരുന്നു മറ്റൊരാവശ്യം. സ്ഥലം ലഭ്യമായാൽ മാടായിപ്പാറയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമെ സാമൂഹിക, സാംസ്കാരിക, കായിക, ആരോഗ്യ മേഖലകളിലെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. AI ലാബ്, ലാംഗ്വേജ് ലാബ് എന്നിവ ആരംഭിക്കണമെന്നും സ്കൂൾ ടൂറിസം പദ്ധതി നടപ്പാക്കാവുന്ന ആശയമാണെന്നും ISROയുമായി സഹകരിച്ച് ബഹിരാകാശ പഠന സൗകര്യം ഒരുക്കണമെന്നും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു.
പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതികൾ വേണമെന്നും വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇടപെടണമെന്നും കായിക മേഖലയിൽ മുന്നേറാനുള്ള പരിശീലനം നൽകണമെന്നും വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളുടെ ഓരോ ചോദ്യങ്ങൾക്കും MLA മറുപടി പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ AI ലാബ് ആരംഭിക്കുമെന്നും പെൺകുട്ടികൾക്കായുള്ള പിങ്ക് ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുമെന്നും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുമെന്നും MLA വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുത്ത സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തുടർന്ന് എന്റെ സ്വന്തം കല്യാശ്ശേരി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമുകളിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ച വീഡിയോകൾ പ്രദർശിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ, പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ UC ബിവീഷ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് AS ബിജേഷ്, ഫാദർ രാജൻ ഇസ്റ്റോ, ASSK പ്രൊജക്ട് ഓഫീസർ EC വിനോദ്, CV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.